പ്രമേഹം ബാധിച്ചു കഴിയുന്ന പലരുടെയും ആശങ്കയാണ്, അയ്യോ എനിക്കിനിയും ഭക്ഷണമൊന്നും ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒന്നുമില്ല സുഹൃത്തെ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. പ്രമേഹം ബാധിച്ചതുകൊണ്ട് ഭക്ഷണമൊന്നും ഒഴിവാക്കണമെന്നൊന്നുമില്ല. മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രമേഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്ന് മനസ്സിലാക്കി അത് ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രം മതി. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഐസ്ക്രീം ആയിരുന്നു. ഐസ്ക്രീം എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ ഐസ്ക്രീം കഴിക്കുന്ന ശീലക്കാരനാണ്. പ്രമേഹബാധിതനാണെന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഈ ശീലം മാറ്റാൻ വളരെയധികം സമയം വേണ്ടി വന്നു. എന്ന് വെച്ചാൽ 100 ഗ്രാം 150 ഗ്രാമോളം ഐസ്ക്രീം എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് അദ്ദേഹം കഴിക്കുന്നുണ്ടായിരുന്നു. അത് പെട്ടെന്നൊരു ശീലം, അഡിക്ഷൻ പോലെ ആയ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആ ശീലം മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ പാടായിരുന്നു. ആദ്യമൊക്കെ മാറ്റാൻ ശ്രമിച്ചു നോക്കി, അതിനുശേഷം പിന്നെയും അദ്ദേഹം ഐസ്ക്രീമിലേക്ക് തിരികെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി, അതായത് എന്ത് ഫുഡ് കഴിക്കണം എന്ത് ഫുഡ് കഴിക്കരുത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ആദ്യത്തെ വിജയം. ഈ ഐസ്ക്രീം കഴിച്ച സുഹൃത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ഐസ്ക്രീം നേരത്തെ ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിച്ചുകൊണ്ടിരുന്ന 75 ഗ്രാം വീതമുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ക്വാണ്ടിറ്റി ചുരുക്കി 25 ഗ്രാമിന്റെ ചെറിയ സ്കൂപ്പാക്കി മാറ്റി. അങ്ങനെ ക്വാണ്ടിറ്റി അവിടെ കുറയ്ക്കാൻ പറ്റി. അതുപോലെ ചോറിന്റെ അളവ് കുറച്ചു, അതുപോലെ കാർബോഹൈഡ്രേറ്റുകളുടെ അളവ് കുറച്ചു. ഡെയിലി എക്സസൈസുകൾ, നടത്തം പോലുള്ള വ്യായാമങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റി. ഉറക്കം ഒരു 6-7 മണിക്കൂർ ഉറക്കം ശീലമാക്കി മാറ്റി. നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറ്റി. യോഗ പോലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ ശീലിക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്നതിലൂടെ ആഹാരം മനസ്സിലാക്കി കഴിച്ചത് കൊണ്ട് തന്നെ ആഹാരത്തിലാണ് ഒരു 60% കാര്യം ഡയബറ്റീസ് ബാധിച്ച ഒരാളുടെ എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ മനസ്സിലാക്കി കഴിച്ചതുകൊണ്ടല്ല, ഇങ്ങനെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങളൊക്കെ റൂട്ടീൻ കൃത്യമായി പോയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏകദേശം ഒരു 5 വർഷത്തോളം മരുന്നുകളെ ഉപയോഗിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നെ ചെറിയ രീതിയിലൊക്കെയുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വന്നത്. ഇപ്പോഴും അദ്ദേഹം ഏകദേശം ഡയബറ്റീസ് ബാധിതനായിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളമായി വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ മരുന്ന് കഴിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇത്. അപ്പം നമ്മളുടെ റൂട്ടീൻ ക്രമപ്പെടുത്തി ആഹാരത്തിനെ മനസ്സിലാക്കി ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഡയബറ്റീസിനെ, പ്രമേഹത്തിനെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ നമുക്ക് പ്രമേഹം ബാധിച്ചെന്ന് കരുതി ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നും ഒഴിവാക്കേണ്ടതില്ല. അതിനെ മനസ്സിലാക്കി കഴിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും ആരോഗ്യകരമായ രീതിയിൽ ആഗ്രഹിച്ച ഭക്ഷണമൊക്കെ കഴിക്കാം. ക്വാണ്ടിറ്റിയാണ് പ്രധാനം എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ കണക്ട് ചെയ്തോളൂ. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ കൃത്യമായ രീതിയിൽ ആൻസർ തരാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു.